നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ചേർപ്പ് മേഖലയിലെ സ്കൂളുകൾക്ക് തിളക്കം. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇരിങ്ങാലക്കുട ലോക്കൽ അസോസിയേഷൻ നിർമ്മിച്ച സ്നേഹഭവനം സമർപ്പിച്ചു. വീടില്ലാതിരുന്ന വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ KK രാമചന്ദ്രൻ MLA കൈമാറി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനു കീഴിൽ ആറാട്ടുപുഴ ജനകീയ ആരോഗ്യ കേന്ദ്രം ഒരുങ്ങുന്നു. സബ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. CPI ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. CPI തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ചേർപ്പ് മേഖലയിലെ സ്കൂളുകൾക്ക് തിളക്കം. CNN BHS സ്കൂളിന് 100 വിജയം. 315 പേർ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ പേരും വിജയിച്ചു. 53 വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ A+ നേട്ടം. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് CNN ബോയ്സ് ഹൈസ്കൂൾ. ഈ വർഷം 315 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. അവരെല്ലാവരും വിജയിച്ച് 100% വിജയം നിലനിർത്താൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. അതിൽ വളരെ അധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 53 ഫുൾ A+ നേടാനും നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. എല്ലാത്തിനും ഉപരി നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും എല്ലാ ടീച്ചേഴ്സിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമവും കൊണ്ടാണ് ഇത് നേടാൻ സാധിച്ചത്. SSLC പരീക്ഷയിൽ തിളങ്ങി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും. 56 പേർ പരീക്ഷ എഴുതിയതിൽ 100% വിജയം. 9 പേർ സമ്പൂർണ്ണ A+ നേടി. വളരെ സന്തോഷമുണ്ട്. തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിലാണ് 100% റിസൾട്ട്. ഈ വർഷം 56 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഇംഗ്ലീഷ് മലയാളം മീഡിയങ്ങളിലായിട്ട് അതിൽ 9 കുട്ടികൾക്ക് ഫുൾ A+ നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ ഒറ്റ കുട്ടികൾക്ക് പോലും D+ കൂടി പാസ്സായുള്ള കുട്ടികളില്ല. എല്ലാതും D+നേക്കാൾ ഉയർന്ന ഗ്രേഡ് മേടിച്ചിട്ടാണ് എല്ലാ കുട്ടികളും പാസ്സായിട്ടുള്ളത്. തുടർച്ചയായി വീണ്ടും സ്കൂളിന് 100% വിജയം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 238-ൽ മുഴുവൻ പേരും വിജയിച്ചു. 46 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇരിങ്ങാലക്കുട ലോക്കൽ അസോസിയേഷൻ നിർമ്മിച്ച സ്നേഹഭവനം സമർപ്പിച്ചു. വീടില്ലാതിരുന്ന വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ KK രാമചന്ദ്രൻ MLA കൈമാറി. എന്തായാലും വളരെ നല്ല ഒരു സൽപ്രവൃത്തിയാണ് ഇവിടെ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സംഘാടകർ. അതിൻ്റെ ഭാഗമായി ഒരുപാട് പേർ, നമ്മുടെ കുട്ടികൾ എല്ലാവരും ചേർന്ന് നമ്മുടെ ഇവിടെ മിനിയമ്മയ്ക്ക് ധനജനും അല്ലേ, അമ്മയും മകനും മാത്രമല്ലല്ലോ ധനജ്, ഒരു നല്ലൊരു വീട് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വീട് തന്നെയാണ് അത്. ഒരു വീട് എന്ന് പറഞ്ഞാൽ അടച്ചുറപ്പുള്ള സൗകര്യമുള്ള ഒരു വീട് ഇവിടെ അവർക്ക് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുക, ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. ആ റിപ്പോർട്ട് ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ചു പോയി. അപ്പോൾ അതിൽ ചലഞ്ചൊക്കെ നടത്തിയിട്ട് ഈ മറ്റേ ചിപ്സ് ചലഞ്ചൊക്കെ ഓണത്തിന് നടത്തി, അങ്ങനെ പല വഴിയിലൂടെ പണം സ്വരൂപിച്ച് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ കുട്ടികൾ, അധ്യാപകർ, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഭാരവാഹികൾ, സ്റ്റേറ്റ് ജില്ലാ സോണൽ ഭാരവാഹികൾ,
എല്ലാവരും ഇതിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. ആറാട്ടുപുഴ കാക്കത്തുകുന്നിലുള്ള വിദ്യാർത്ഥിക്കാണ് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇരിങ്ങാലക്കുട ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീടുണ്ടാക്കുക എന്നുള്ളത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ സുരക്ഷിതമായിട്ടൊരു ഭവനം എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ നിരവധി വീടുകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നിരവധി സുമനസ്സുകളുടെ സഹായത്താൽ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ സ്കൗട്ട്സും ഗൈഡ്സും എല്ലാവരും ചേർന്നുകൊണ്ട് നാട്ടിലെ നിർധനരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ നമ്മൾ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്. ലൈഫ് പദ്ധതി ഈ വർഷം വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഭവനമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ സ്ഥലം ഒക്കെ സംഭാവന ചെയ്തു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സേവന സംഘടനകളുടെ നേതൃത്വത്തിൽ വീടുകൾ പണിത് നൽകുകയാണ്. ഈ വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. സ്നേഹഭവനം കൺവീനർ KV സുശീൽ പദ്ധതി വിശദീകരണം നടത്തി. KK രാമചന്ദ്രൻ MLA, സ്കൗട്ട് AR ഡിസ്ട്രിക്ട് കമ്മീഷണർ NC വാസു എന്നിവർ ചേർന്ന് സ്നേഹഭവനം കൺവീനർ KV സുശീലിനെയും SR രാകേഷിനെയും ആദരിച്ചു. ഇരിങ്ങാലക്കുട DEO T ശൈല മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി ജാക്സൺ വാഴപ്പള്ളി, ബുൾബുൾ സ്റ്റേറ്റ് കമ്മീഷണർ V വിശാലാക്ഷി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജീവൻ, വാർഡ് മെമ്പർ രവീന്ദ്രനാഥ്, പഞ്ചായത്ത് അംഗമായ ബെന്നി തെക്കിനിയത്ത്, VPR മേനോൻ, P വിജയൻ, VA ഹരിദാസ്, K ജയലക്ഷ്മി, ജിജി ചന്ദ്രൻ, NC വാസു, KK ജോയ്സി, കുര്യൻ ജോസഫ്, TN പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനു കീഴിൽ ആറാട്ടുപുഴ ജനകീയ ആരോഗ്യ കേന്ദ്രം ഒരുങ്ങുന്നു. സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പണി വേഗം പൂർത്തീകരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. പൂർത്തീകരിക്കണം. എല്ലാവരും അതിനും കൂടി സഹകരിക്കണം. നമ്മുടെ ആർദ്രം പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതൊക്കെ ഇങ്ങനെ ഈ പ്രത്യേകമായി നിർദ്ദേശിക്കുന്ന സബ് സെൻറ്ററുകൾ ഒക്കെ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നത്. 55 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പണി വേഗം പൂർത്തീകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ധ്യാകുട്ടൻ, നിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി തെക്കിനിയത്ത്, K രവീന്ദ്രനാഥൻ, TB സുബ്രഹ്മണ്യൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ എന്നിവർ പങ്കെടുത്തു. CPI ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. CPI തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവും എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രമുഖരായ വാഗ്മികൾ പങ്കെടുക്കുന്ന ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. 28-ാം തീയതി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു കലാപ്രസ്ഥാനമാണ് KPSC. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും പരിചിതമായ ഒരു പേരാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. അതിൻ്റെ 75-ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചു വരികയാണ്. അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത തോപ്പിൽ ബാസി എന്ന് പറയുന്ന നാടക പ്രവർത്തകൻ, സിനിമാ പ്രവർത്തകൻ, ഒരു MLA അങ്ങനെ തുടങ്ങിയ രീതിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന തോപ്പിൽ ബാസിയുടെ ജന്മശതാബ്ദിയും ഈ വർഷമാണ്. അവിടിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തുടനീളം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളിലൂടെയാണ് പാർട്ടി അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേർപ്പ് മണ്ഡലം കമ്മിറ്റി വളരെ ആകർഷകമായ രീതിയിൽ ഈ പരിപാടി നമ്മുടെ ചേർപ്പ് മേഖലയിൽ
നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി ഈ 10-ാം തീയതി മൺമറഞ്ഞു പോയ CPIയുടെ നേതാക്കളുടെ വീടുകളിൽ നിന്ന് 11 സഖാക്കളാണ് PV വിജയേട്ടൻ, അതുപോലെ തന്നെ PR കുട്ടപ്പേട്ടൻ, കൊച്ചു, അതുപോലെ തന്നെ മണിയേട്ടൻ ഉൾപ്പെടെയുള്ള 11ഓളം സഖാക്കളാണ് ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തി അല്ലെങ്കിൽ മുന്നോട്ട് നയിച്ചിരുന്ന ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KK ജോബി, ES പ്രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ദിര ജയകുമാർ, KV ഇന്ദുലാൽ, സ്മിത വിജയൻ, അഡ്വക്കേറ്റ് MA രാജീവ് കൃഷ്ണൻ, KK മധു, MK പ്രസാദ് എന്നിവർ സംസാരിച്ചു. CR പ്രകാശൻ, അശ്വതി വിനോദ്, ജിനീഷ് കറുകയിൽ, അജിത ഭഗീരഥൻ, MR വിഷ്ണു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ അണ്ടർ-20 കേരള ഫുട്ബോൾ ടീം സെലക്ഷൻ ലഭിച്ച MA അദ്വൈത്, അവണിശ്ശേരി PHCയിലെ ആശാ വർക്കർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെടുമ്പിള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഗോളകയും സോപാനം, കട്ടിള എന്നിവ പിച്ചള പൊതിഞ്ഞതും ഭഗവാന് സമർപ്പിച്ചു. പ്രസാദഊട്ടുമുണ്ടായിരുന്നു. ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ കാലടി ഭക്തി പ്രഭാഷണം നടത്തി. വൈകിട്ട് നടന്ന ചടങ്ങിൽ കീഴിലം കൃഷ്ണൻ നമ്പൂതിരിയെ ആദരിച്ചു. ക്ഷേത്രത്തിനുവേണ്ടി വിവിധ സേവനങ്ങൾ നടത്തി മൺമറഞ്ഞുപോയ ചെറിയകൊട്ടിൽ രാമകൃഷ്ണൻ, കീഴിലം രാധാകൃഷ്ണൻ എന്നിവരെ അനുസ്മരിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി. ഊരകം ശ്രീ കൊറ്റംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്രം വിളക്ക് ആഘോഷിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, നിറമാല, സമ്പൂർണ്ണ നെയ്വിളക്ക്, ദീപാരാധന ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ജൂൺ 2-ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കും. CPM തളിക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. സീതാറാം യെച്ചൂരി ഭവൻ എന്ന പേരിൽ നാമകരണം ചെയ്ത ഓഫീസ് ഞായറാഴ്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമർപ്പിക്കും. പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്കാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമർപ്പിക്കുക. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു തുടങ്ങിയവർ പങ്കെടുക്കും. തളിക്കുളം സെന്ററിന് പടിഞ്ഞാറ് 300 മീറ്റർ അകലെ സ്നേഹതീരം ബീച്ച് റോഡിന് സമീപം ഹാഷ്മി നഗർ റോഡിലാണ് ആസ്ഥാന മന്ദിരം നിർമ്മാണം പൂർത്തിയാക്കിയത്. 5 സെന്റ് ഭൂമിയിൽ 2 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഓഫീസ് റൂം, മീഡിയ റൂം, യോഗങ്ങൾ ചേരുന്നതിനുള്ള ഹാൾ, അടുക്കള, ലൈബ്രറി, വർഗ ബഹുജന സംഘടനകൾക്കായി പ്രത്യേക സംവിധാനം എന്നിവയാണ് താഴെ നിലയിൽ ഒരുക്കിയിട്ടുള്ളത്. മുകളിൽ 100ഓളം പേർക്ക് ഇരിക്കാവുന്ന ഹാളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതിയ ഓഫീസ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് വിവിധ പരിശീലന ക്ലാസുകൾ, സൗജന്യ PSC കോച്ചിംഗ്, പൊതുജനങ്ങൾക്കാവശ്യമായ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള സർവീസ് സെന്റർ, റീഡിംഗ് റൂം, ലൈബ്രറി, വിനോദോപാധികൾ എന്നിവയും സജ്ജമാക്കിയിട്ടുള്ളതായി ചെയർമാൻ KR സീത, സംഘാടക സമിതി ട്രഷറർ PI സജിത, കൺവീനർ EP സുഭാഷിതൻ, PS രാജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദകരമായ നിമിഷങ്ങളാണ്. ഏകദേശം ഒരു 250 സ്ക്വയർ ഫീറ്റ് മാത്രമുണ്ടായിരുന്ന ഞങ്ങളുടെ ഓഫീസ് 1856 സ്ക്വയർ ഫീറ്റിലേക്ക് കെട്ടിടം ആക്കി മാറ്റുമ്പോൾ അന്ന് ആ 250 അല്ലെങ്കിൽ 300 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം നമുക്കൊരു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അതിലൊരു 58 ലക്ഷത്തിലേറെ രൂപ ഞങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. 58 ലക്ഷത്തിലേറെ, 2 സെന്റ് പോയിന്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 58 ലക്ഷത്തിലേറെ രൂപ കിട്ടിയപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ 3 സ്ക്വയർ ഫീറ്റിലൊരു കെട്ടിടം, അതുപോലെ തന്നെ 5 സെന്റ് ഭൂമിയും വാങ്ങുകയാണുണ്ടായത്. ആ പൈസയ്ക്ക് മുഴുവനമായി ഞങ്ങൾ കെട്ടിടം പണിയുകയാണ് ഉണ്ടായത്.
തലോരിൽ മൊബൈൽ ഷോപ്പിന്റെ ഷട്ടർ തകർത്ത് ലക്ഷങ്ങളുടെ മൊബൈൽ ഫോണുകൾ കവർന്ന കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. അന്നമനട കല്ലൂർ ഊളക്കൽ വീട്ടിൽ സെയ്ദ് മൊഹസീൻ, സഹോദരൻ മുഹമ്മദ് അസീം എന്നിവരാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മാർച്ച് 31 പുലർച്ചെ സംസ്ഥാന പാതയോരത്തെ അഫാത്ത് മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറിന്റെ താഴ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റിയാണ് സംഘം മോഷണം നടത്തിയത്. 10 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകളാണ് മോഷണം പോയത്. കടയുടെ ഉള്ളിൽ കയറി 2 പേർ ചേർന്ന് ഫോണുകൾ ചാക്കുകളിൽ നിറച്ച് കാറിൽ രക്ഷപ്പെടുന്നത് നിരീക്ഷണ ക്യാമറയിൽ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. മോഷണം പോയ ഫോണുകളുടെ IMEI നമ്പറുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇവർ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ മുൻപ് നടത്തിയതായും പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രതികളെ മൊബൈൽ ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊരട്ടി നയാര പെട്രോൾ പമ്പിന്റെ മുൻപിൽ സൈക്കിൾ യാത്രികൻ കാറിടിച്ചു മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി 51 വയസ്സുള്ള സ്വാഭാൻ മണ്ഡലാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ സൈക്കിളിൽ ഇടിക്കുകയും തുടർന്ന് നിർത്തിയിട്ട ചരക്ക് ലോറിയുടെ പിറകിലിടിക്കുകയുമായിരുന്നു. ഇതിനിടയിൽപ്പെട്ടാണ് സൈക്കിൾ യാത്രികൻ മരിച്ചത്. അപകടത്തിൽ കാർ യാത്രക്കാർക്കും പരിക്കേറ്റു. പാലക്കാട് കള്ളിക്കാട് സ്വദേശികളായ 40 വയസ്സുള്ള നീത ഫർസീൻ, 18 വയസ്സുള്ള താറാമോനി സോറിൻ എന്നിവരെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ. അപകടത്തെ തുടർന്ന് രക്തവും ഓയിലും തളം കെട്ടിക്കിടന്നത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നീക്കി. ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MS അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ചേർപ്പ് മേഖലയിലെ സ്കൂളുകൾക്ക് തിളക്കം. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇരിങ്ങാലക്കുട ലോക്കൽ അസോസിയേഷൻ നിർമ്മിച്ച സ്നേഹഭവനം സമർപ്പിച്ചു. വീടില്ലാതിരുന്ന വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ KK രാമചന്ദ്രൻ MLA കൈമാറി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനു കീഴിൽ ആറാട്ടുപുഴ ജനകീയ ആരോഗ്യ കേന്ദ്രം ഒരുങ്ങുന്നു. സബ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. CPI ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. CPI തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.